my dear students. Today class we are going to learn the fourth chapter of the fifth standard, that is life within the seed. We can start the chapter. There is some wordings from Anisha's diary. What is that? The whole yard was parched, but just after 2 days of rain, grass has sprouted everywhere. അല്ലേ? വറ്റി വരണ്ടിരിക്കുകയാണ്, നെൽപ്പാടങ്ങളൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം മഴയ്ക്ക് ശേഷം എന്തായി? ഗ്രാസ്, പുല്ലൊക്കെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. Tender leaves started appearing on the hibiscus stem. ചെമ്പരത്തിയുടെ തണ്ടിലൊക്കെ ചെറിയ ഇലകൾ വന്നു തുടങ്ങി. And thrown into the basin of the coconut tree by Papa. Try to uproot 1 or 2 grass. They have roots. Don't they form by the sprouting of seeds? Nothing is seen. അപ്പം ഈ വെള്ളം നനഞ്ഞതോടുകൂടി എല്ലാ ചെടികളിൽ നിന്നും ചെറിയ ചെറിയ ഇലകൾ വിരിയാൻ തുടങ്ങി. Should tell Papa to buy me a lens to see them enlarged. അപ്പോൾ പപ്പയടുത്ത് പറഞ്ഞാലോ, ഒരു ലെൻസ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പപ്പയടുത്ത് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. Here and there tamarind seeds have sprouted. അപ്പോൾ പുളിയിലകൾ അവിടെയും ഇവിടെയും വീണ് കിടക്കുന്നുണ്ട്. How smartly the sprouts has come out splitting the seed. അപ്പോൾ പുളിയൊക്കെ വീണിട്ട് അപ്പോൾ അതിൽ വിത്തുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ചെറിയ മുള കാണുന്നുണ്ട്. Moreover, this has also brought up parts of the seeds out of the soil. എന്താണ്? മണ്ണിനടിയിൽ നിന്നും ചെറിയ ചെടികൾ മുളച്ചു വരുന്നു. ഓ വാട്ട് എ പിറ്റി ദാറ്റ് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് സോ മെനി വണ്ടേഴ്സ് ആർ ഹിഡൻ. അപ്പൊ ഈ പ്രദേശത്ത് തന്നെ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. ഇത് എവിടുന്ന വേർഡിങ്സ് എവിടുന്നാണ്? ഫ്രം അനീഷാസ് ഡയറി. വാട്ട് ഡു സീഡ്സ് റിക്വയർ ടു ജെർമിനേറ്റ്? സീഡ്സ് മുളയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? Let us listen to what the sprouted seeds. അപ്പൊ സീഡ്സ് തന്നെ പറയുകയാണ്. എന്തൊക്കെയാ അവർ പറയണേ? What a blessing that I fell on the soil. മണ്ണിലേക്ക് വീണ തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ്. I opened my eyes when I got water. ആൾക്കാർ വെള്ളം നനച്ചു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ണു തുറന്നു എന്ന് പറയുമ്പോൾ എന്താ? ചെറിയ മൊട്ട് വിരിഞ്ഞു തുടങ്ങി. When I sprouted, the first thing I saw was the sunlight. ഞാൻ വിരിഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം കണ്ടത് എന്താ? സൺലൈറ്റ്, സൂര്യപ്രകാശമാണ്. I got enough warm and cold. That is, ആവശ്യത്തിന് തണുപ്പും തണലൊക്കെ കിട്ടി. Many of the friends are not be able to sprout. എൻ്റെ പല കൂട്ടുകാർക്കും ഇതുവരെ മുളയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് inadequate air, sufficient air കിട്ടാത്ത കാരണമാവും. What does a seed need to germinate? സീഡ് പൊട്ടി മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? Your guesses may be not. ഇത് നിങ്ങളുടെ സങ്കല്പങ്ങളൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വെക്കുക. Is soil required for the germination of seeds? അപ്പൊ സീഡ് മുളയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ ആവശ്യകതയുണ്ടോ? In order to test whether soil is required for sprouting, the seeds meant for sprouting should be kept away from the soil. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മണ്ണിൽ പൊട്ടിമുളയ്ക്കുന്ന സീഡും പിന്നെ വേറെ സീഡും മാറ്റി മാറ്റി വെക്കുക. ബട്ട് ദേ ഷുഡ് ഗെറ്റ് വാട്ടർ, എയർ ആൻഡ്. അപ്പോൾ അവർക്ക് എന്താ കിട്ടണം? വെള്ളവും വെളിച്ചവും പിന്നെ എയർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അല്ലേ? ചൂടും ലഭിക്കണം. ലെറ്റ് us do an experiment. ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. മെറ്റീരിയൽസ് റിക്വയർഡ് എന്താ? ഡിസ്പോസിബിൾ ഗ്ലാസ്, പീ സീഡ്സ്, കോട്ടൺ, വാട്ടർ, അല്ലേ? ഡിസ്പോസിബിൾ ഗ്ലാസ്, പയർ വിത്തുകള്, പഞ്ഞി ആൻഡ് വാട്ടർ. പ്രൊസീജിയർ: പുട്ട് സം ഹോൾസ് ഓൺ ദ ബോട്ടം ഓഫ് ദ ഡിസ്പോസിബിൾ ഗ്ലാസ്. ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ അടിയിൽ എന്താ? ചെറിയ ചെറിയ തുളയിടണം. ടേക്ക് സം കോട്ടൺ ഇൻ ദ ഗ്ലാസ് ആൻഡ് പുട്ട് 4 or 5 pea seeds. കുറച്ച് കോട്ടൺ ആ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് 4 or 5 പയർ വിത്തുകൾ ഇടുക. പുട്ട് സം വാട്ടർ ഇൻ ദ കോട്ടൺ. ആ കോട്ടണിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? കുറച്ച് വെള്ളം നനച്ചു വെക്കും. കെപ് ദ ഗ്ലാസ് ഓപ്പൺ ഇൻ സൺലൈറ്റ്. സൺലൈറ്റിലേക്ക് പ്രകാശം കൊള്ളിക്കണം. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തത് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഡു ദ സീഡ്സ് ലൈയിങ് ഇൻ ദ കോട്ടൺ സ്പ്രോട്ട്. അപ്പൊ ഈ പഞ്ഞിയിൽ കിടക്കുന്ന കോട്ടണ് മുളയ്ക്കുവോ? വാട്ട് കൺക്ലൂഷൻ ഡു യു അറൈവ് അറ്റ് ഫ്രം ദ. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? റൈറ്റ് ഡൗൺ ദ എക്സ്പെരിമെന്റ് നോട്ട്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. Is water required for the germination of seeds? വെള്ളം ആവശ്യമാണോ? വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണോ? This experiment is done to see whether water is needed for seed germination. അപ്പൊ ഈ എക്സ്പെരിമെന്റ് എന്തിനാണ്? Whether water is required for seed germination. What are the factors that should be made available and what are those that should be controlled? എന്തൊക്കെയാണ് ചെടികൾക്ക് വളരാൻ ആവശ്യമായതും പിന്നെ എന്തൊക്കെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായതും?
Let's try this way. ഇങ്ങനെ നമ്മൾക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം. Fill a disposable glass with a completely dry soil. അപ്പൊ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തിരിക്കണേ? ഡ്രൈ സോയിൽ അല്ലെ, ഉണങ്ങിയ മണ്ണ് കൊണ്ട് നിറച്ചു. പുട്ട് 4 or 5 pea seeds in it. 4 or 5 പയർവിത്തുകൾ അതിലേക്ക് ഇട്ടു. പിന്നെയോ the seed should get normal air, light and atmospheric temperature. അപ്പൊ വിത്തിന് എന്തൊക്കെയാ വേണ്ടത്? വായു വേണം, പിന്നെന്താ, ലൈറ്റ് പ്രകാശം വേണം, പിന്നെ ചൂടും വേണം അല്ലെ. പോയിന്റ്സ് ടു റിമെമ്പർ. സോയിൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ട്രേസ് ഓഫ് വാട്ടർ. മണ്ണ് എന്തുണ്ടാവാൻ പാടില്ല? വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഡ്യൂറിംഗ് ദ റെയിനി സീസൺ എയർ കണ്ടെയ്ൻസ് മോയ്സ്ചർ അല്ലെ. മഴക്കാലത്ത് എന്തുണ്ടാവും? വായു അന്തരീക്ഷത്തില് ഈർപ്പം തങ്ങി നിൽക്കും. ദ സീഡ് ഷുഡ് നോട്ട് ബി എക്സ്പോസ് ടു ഇറ്റ്. വിത്ത് അതിലേക്ക് എക്സ്പോഷർ ചെയ്ത് വിൽക്കാൻ പാടില്ല. The glass used for the experiment should not contain. ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? അതില് വെള്ളം കൊള്ളാൻ പാടില്ല. The glass should be placed where rain falls. Complete the experiment and write down the experiment note in your science diary. Is sunlight necessary for germination of seed? സൂര്യപ്രകാശം ആവശ്യമാണോ വിത്ത് മുളയ്ക്കാൻ എന്നതാണ് ചോദ്യം. Put some soil in a disposable glass having holes at its base. അപ്പം സോയിൽ ഇൻ ദ ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് നമ്മൾ എന്താണ്? മണ്ണ് നിറയ്ക്കുകയാണ്, അതിലേക്ക് ചെറിയ ഹോൾസ് ഇടണം. ആഫ്റ്റർ പുട്ടിംഗ് സം പീ സീഡ്സ് പോർ സം വാട്ടർ. പീ സീഡ് ഇട്ട ശേഷം എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഒഴിക്കണം. പ്ലേസ് ദ ഗ്ലാസ് ഇൻ എ കാർഡ്ബോർഡ് ബോക്സ് ആൻഡ് കവർ ഇറ്റ് ഇൻ എ വേ ദാറ്റ് സൺലൈറ്റ് നെവർ എൻറ്റേഴ്സ് ഇറ്റ്. അപ്പൊ അതൊരു കാർഡ്ബോർഡ് ബോക്സിൽ വെക്കുക. എങ്ങനെയായിരിക്കണം? സൂര്യപ്രകാശം അതിലേക്ക് ഒരിക്കലും കടക്കരുത്. വാട്ട് ഡു യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? ആ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ സയൻസ് ബുക്കിൽ രേഖപ്പെടുത്തുക. For seeds to germinate, air, water and favorable temperature are essential for the germination. അപ്പോൾ സീഡ്സ് മുളയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണ്? എയർ, വാട്ടർ, പിന്നെന്തൊക്കെയാണ്? ടെമ്പറേച്ചറും ആവശ്യമാണ്. സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ്. പക്ഷേ പൊട്ടി മുളച്ച ശേഷം ഈ മണ്ണും പിന്നെന്താ, സൂര്യപ്രകാശവും ആവശ്യമാണ്. Classify the following factors into those that are required and those that are not required. അപ്പൊ നമ്മൾ ഇപ്പൊ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. എന്താണ്? വിത്ത് മുളയ്ക്കാൻ വേണ്ടി ആവശ്യമായത് എന്തൊക്കെയാ? ടെമ്പറേച്ചർ ആണോ, സൺലൈറ്റ് ആണോ, സോയിൽ ആണോ എന്നതിങ്ങനെ നമ്മൾ വേർതിരിക്കണം. മേക്കിംഗ് പാഡി സീഡ് സ്പ്രൗട്ട്. ലുക്ക് അറ്റ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ ദ ഫാമേഴ്സ് ടു സ്പ്രൗട്ട്. അപ്പൊ ഫാമേഴ്സ് യൂസ് ചെയ്യണത് അല്ലെ, നെല്ല് വിത്ത് മുളയ്ക്കാൻ വേണ്ടി അവർ എന്താ ചെയ്യണത്? മൺസൂൺ കാലത്തൊക്കെ എന്താ ചെയ്യുക? A bed is created in the courtyard using plantain stems. അപ്പൊ ഒരു ബെഡ് പോലത്തെ എന്താക്കും? എന്തുപയോഗിച്ച്? വാഴയില്ലേ, വാഴയൊക്കെ വെട്ടി നിരപ്പാക്കി അവരൊരു ബെഡ് പോലെ അത് ഫോം ചെയ്യും. Cycas leaves are spread on it. And the paddy seeds chosen for sprouting are spread on it. So a leaf is being spread on it. ആൻഡ് പാഡി സീഡ്സ് അല്ലെ, ഇതിനാവശ്യമായ നെൽവിത്തുകൾ അതിന്റെ മേലിലേക്ക് പരത്തി വെക്കും. സ്പ്രൗട്ടിംഗ് ഓൺ ഇറ്റ്. ആഫ്റ്റർ പ്രസിംഗ് ദ സീഡ്സ് ഇൻ ദ ബെഡ് പ്രോപ്പർലി വിത്ത് എ വുഡൻ പ്ലാങ്ക്. അപ്പൊ വല്ല മരക്കഷ്ണങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അത് പ്രസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് സൈക്ക സ്ട്രിപ്സ് ആർ അഗൈൻ സ്പ്രെഡ് ഓവർ ഇറ്റ്. സൈക്ക സ്ട്രിപ്സ് ഇല്ലേ, ആ സ്ട്രിപ്പുകൾ അതിന്റെ മേലെ ഇങ്ങനെ പരത്തി വെക്കും. ഇലകളൊക്കെ ഇങ്ങനെ പരത്തി വെക്കുക. Heavy objects are placed over this. This is done for obtaining a moderate temperature. അപ്പോൾ heavy objects എന്തിനാ വെക്കുന്നത്? ഒരു required temperature കിട്ടാൻ വേണ്ടിയിട്ട്. Which is required for the temperature എന്തിനാ ആവശ്യമാണ്? Seeds germinate ചെയ്യാൻ or sprouting of seeds it is essential. Continue water. It should be watered to 4 to 5 days. അപ്പോൾ വാട്ടർ ചെയ്യണം, വെള്ളം നനയ്ക്കണം. എത്ര ദിവസം? 4 to 5 days. The seeds sprout and mature. അപ്പോൾ സീഡ്സ് വിത്തിൽ നിന്ന് മുള വന്നിട്ട് അത് പാകാവും, കൃഷിക്ക് പാകമായി കിട്ടുന്നു. In some places the practice of keeping paddy seeds in sacks. അപ്പൊ ചില സ്ഥലത്ത് എന്ത് ഉപയോഗിക്കും? അവർ ചാക്കുകൾ ഉപയോഗിച്ചിട്ട് ചാക്കുകളിൽ വിത്ത് നനച്ച് വെക്കാറുണ്ട്. By placing after that what they will do? By placing the heavy objects അല്ലെ ഭാരമുള്ള ഒബ്ജക്ട്സ് ആ സാക്കിന്റെ മേലെ അവര് പ്ലേസ് ചെയ്യാറുണ്ട്. Then you have observed the sprouting of seeds. നിങ്ങളിപ്പോ വിത്ത് മുളയ്ക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. Is in food also required for growth? അപ്പൊ ഈ വളരാൻ വേണ്ടിയിട്ട് ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ടോ? They do not have leaves to prepare food. അല്ലെ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പ്ലാന്റ്സിന് എന്താ ആവശ്യം? Leaves is must. From where do they get food? അപ്പൊ എവിടുന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടുക? Read the following note. Germination of seeds. Germination is the process of the embryo inside the seed. അപ്പൊ embryo which is situated inside the seed.
growing into a seedling under favorable circumstances. These favorable circumstances means what? Temperature, soil, water, sunlight, etc. അപ്പൊ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ്. അപ്പൊ എംബ്രിയോ എവിടെ ഇരിക്കണ? ഇൻസൈഡ് ദ സീഡ്. വാട്ടർ enters the seed through the minute pores in the seed. അപ്പൊ വെള്ളം ഇതിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുക? മൈന്യൂട്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അതിലൂടെയാണ് വെള്ളം അകത്തേക്ക് പ്രവേശിക്കുന്നത്. The seed soaks and the outer coat breaks. അപ്പോൾ വെള്ളം നിറയുന്നതോടുകൂടി എന്താവും? സീഡ് വീർത്ത് വന്നിട്ട് അതിന്റെ കോട്ട് ബ്രേക്ക് ചെയ്യും. എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയർസ്. അപ്പൊ എംബ്രിയോ, സീഡിന്റെ ഉള്ളിലുള്ള എംബ്രിയോ എന്ത് ചെയ്യും? പുറത്തേക്ക് മുളച്ചു വരും. During germination, radicle is the first, so which is the first particle to come out from the seed? That is the radicle. Radicle is the first part to come out from the seed. Radicle grows into the soil and forms root. Radicle എന്ത് ചെയ്യും? മണ്ണിന്റെ അടിയിൽ grows into the soil, അല്ലെ? മണ്ണിലേക്ക് വളർന്നിട്ട് എന്ത് ഫോം ചെയ്യും? റൂട്ട് ഫോം ചെയ്യും. The plumule is the portion that goes upwards from the embryo. അപ്പൊ radicle it grows into the soil, form roots. Plumule is the part which grows upwards from the embryo. The plumule grows into stem. അപ്പൊ plumule എന്തായിട്ട് ഫോം ചെയ്യണ? സ്റ്റെം ആയിട്ട് ഫോം ചെയ്യും. The germinating seed uses the food of the cotyledon until the leaves grows enough to synthesize. അപ്പൊ ലീഫ് വലുതാവുന്നത് വരെ എന്താ ഹെൽപ്പ് ചെയ്യുക? cotyledon, food of the cotyledon uses the food of cotyledon until the leaves grow. Open the seeds of pea, Bengal gram, etc. and observe the cotyledon. Cotyledon, see here the cotyledon. മനസ്സിലായില്ലേ? വിത്ത് പൊട്ടി മുളയ്ക്കണ ആ ഭാഗം അതാണ് cotyledon. Radicle means വിത്തിൽ നിന്ന് ഫസ്റ്റ് വരുന്നതാണ് റാഡിക്കിൾ. അത് റൂട്ടായിട്ട് ഫോം ചെയ്യും. പ്ലൂമ്യൂള് സ്റ്റെം ആയിട്ട് ഫോം ചെയ്യും. Have you seen the tamarind seed, cashew nut, jackfruit tree, etc. sprouting? ഇതൊക്കെ വിത്ത് മുളച്ച് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? വീട്ടിൽ ചുറ്റും ഇത് കാണാറുണ്ട്. Observe the radicle, plumule, etc. Which portion of the sprouting seed comes first? അപ്പൊ ഇതൊക്കെ ഒബ്സർവ് ചെയ്തപ്പോ what we will noticed? Which is the portion which is coming out first? We have seen that pea plant germinate from seeds. Pea plant ഇല്ലേ? പയർവിത്തുകൾ germinate from the എന്താണ്? വിത്തിൽ നിന്നാണ്. Are seeds the planting material for all? അല്ല, അപ്പൊ എല്ലാ പ്ലാന്റ്സിനും സീഡ്സിൽ നിന്നാണോ ജെർമിനേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് അനശ്വരാസ് ഗാർഡൻ. അനശ്വരയുടെ ഗാർഡൻ ആണ്, പൂന്തോട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ആർ ഓൾ പ്ലാന്റ്സ് ഫോംഡ് ഇൻ ദ സെയിം വേ? എല്ലാ ചെടികളും ഒരുപോലെയാണോ വളർന്നിരിക്കുന്നത്? ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ സഹായത്തോടു കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആർ പ്ലാന്റ്ലെറ്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ് ഇൻ ഓൾ പ്ലാന്റ്സ്? Are in there plants which grow new ones from other parts of the plant? അപ്പൊ വേറെ പ്ലാന്റ് പാർട്ടിൽ നിന്നും പുതിയ ചെടികൾ പൊട്ടിമുളയ്ക്കുകയോ അല്ലെങ്കിൽ വിത്തിൽ നിന്നാണോ എല്ലാ പ്ലാന്റും ഫോം ചെയ്യണത്? അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ ബോക്സിൽ ഫിൽ ചെയ്യേണ്ടത്. Vegetative propagation is the formation of new plants from vegetative parts of the plants. അപ്പൊ vegetative propagation എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പ്ലാന്റ് വരിക. ഏതാണ് വെജിറ്റേറ്റീവ് പാർട്ട്? ഏതൊക്കെയാ അത്? സ്റ്റെമ്മും റൂട്ടും ലീഫിൽ നിന്നും പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ പപ്പൂസ് ആൻഡ് ദ ഗേൾ. അപ്പൊ പപ്പുവും ഗേളും തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണമാണ് നമ്മളിവിടെ പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ഗേൾ, വൈ ഡു യു ഫ്ലൈ ലൈക്ക് ദിസ് ഡിയർ പപ്പൂസ്? അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പപ്പൂസേ? അപ്പൊ പപ്പൂസ്, I am flying in search of a favorable place for my seed to grow. അപ്പൊ പപ്പൂസ് here no, what is that പപ്പൂസ്? ഇതില്ലേ അപ്പൂപ്പന്താടി, ഇനിയാണ് പപ്പൂസ് പറയാ. അപ്പൊ എന്തുകൊണ്ട് നീ ഇങ്ങനെ പറന്ന് നടക്കണേ ചോദിക്കുക. അതിലൊരു വിത്ത് കണ്ടിട്ടില്ലേ നമ്മൾ അതിന്റെ അടിയിലായിട്ട്? അപ്പൊ ഫേവറബിൾ പ്ലേസ്, എന്റെ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലം തരികയാണ്. അപ്പൊ ഗേൾ, വിച്ച് ഈസ് യുവർ സീഡ്? പപ്പൂസ്, അപ്പൊ കുട്ടി എന്താ ചോദിച്ചേ? ഏതാ നിന്റെ വിത്ത്? പപ്പൂസ്, ദിസ് ലിറ്റിൽ തിങ് ഐ ഹോൾഡ് ഈസ് മൈ സീഡ്. ഞാൻ വഹിച്ചു കൊണ്ടുപോണില്ലേ, അതന്നെയാണ് എന്റെ വിത്ത്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഫ്ലൈയിങ് ലൈക്ക് ദിസ് വിത്ത് എ സീഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. അപ്പൊ എന്റെ കൂട്ടുകാരും ഇതുപോലെ പറന്ന് നടക്കുകയാണ് ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഗേൾ, വൈ ഡു യു ആൻഡ് യുവർ ഫ്രണ്ട്സ് സഫർ ലൈക്ക് ദിസ്? നീയും നിന്റെ കൂട്ടുകാരും എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? കാണ്ട് യു ഫോൾ അറ്റ് ദ ബേസ് ഓഫ് യുവർ ഓൺ ട്രീ ആൻഡ് ജെർമിനേറ്റ് ദർ? ഗേൾ എന്താ ചോദിക്കുന്നത്? നിങ്ങക്ക് നിങ്ങളുടെ ട്രീയുടെ അടിയിൽ തന്നെ കിടന്നിട്ട് അവിടെ നിന്ന് പൊട്ടിമുളച്ചൂടെ? പപ്പൂസ്, വി വർ ബോൺ ഓൺ എ ക്ലൈംബർ.
അല്ലേ? ഞങ്ങൾ ആസച്ച് അല്ല, ഞങ്ങൾ എന്താണ് ക്ലൈംബ് ചെയ്ത് വളർന്നതാണ്, ഒരു മരത്തിന് സഹായത്തോടു കൂടി വളർന്നതാണ്. If the ripe fruits burst and we fell and grew there itself, we would not get. അതായത് എല്ലാ വിത്തുകളും ഒന്നിച്ച് പൊട്ടിച്ച് മുളച്ചാൽ എന്താണ്, അവിടെ ഇഷ്ടത്തിന് വായുവും വെള്ളവും പോഷകവും ഒക്കെ കിട്ടുമോ? നോ. Since our seeds are light and have hairy parts, we can fly freely in air. കാരണം ഞങ്ങൾക്ക് ഭാരം കുറവാണ്, അപ്പൊ ഞങ്ങൾക്ക് കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തെരഞ്ഞു പിടിക്കാൻ പറ്റും. Many plants adopt various tricks like this to disperse the seed to. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സീഡ്സ് ഡിസ്പേഴ്സ് ചെയ്ത് എന്താ വേരിയസ് പ്ലേസസിൽ പോയി പെടുന്നത്. How does seed dispersal take place in papoose? What are the peculiarities that help papoose to fly in the air in the wind? Are the seeds of all plants dispersed through wind? അപ്പൊ ഇതൊക്കെ പപ്പൂസുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. Then, haven't we seen the Goa cashew nut, mango, പേരക്ക cashew nut, mango carried by birds to other places? അതിന്റെ വിത്തുകളൊക്കെ എന്താണ്, പക്ഷികള് കഴിച്ച് വേറെ പ്ലേസിലേക്ക് കൊണ്ടിടുകയാണ്. Isn't the fleshy part of this fruit even eaten by birds? These seeds are also been sprouting on the ground. Similarly, seeds dispersed in different ways have different type of adaptation. അപ്പൊ പക്ഷികൾ എന്ത് ചെയ്യും, ഈ വിത്തുകളൊക്കെ പല സ്ഥലത്തിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കും. അതുപോലെ എന്താണ്, പല മെത്തേഡ്സ് ഉണ്ട് അല്ലെ, അതൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് പ്ലാന്റ്സ് അവിടെ നിന്ന് ഗ്രോ ചെയ്യാൻ തുടങ്ങും. Dispersal of seeds. If all the seeds of the plant germinate at the base of the plant itself, it may not get എന്താണ് കിട്ടില്ല, sufficient soil, water, sunlight, mineral salts for their growth. Hence seeds are to be dispersed at different places. This enables a plant to reach and grow in it. ഇത് എന്ത് ചെയ്യും, ഗ്രോ ഇൻ പ്ലാന്റ് എവിടെ പല സ്ഥലത്ത് വളരാൻ വേണ്ടി സഹായിക്കും. The presence of different plants at one place is also due to seed dispersal. അപ്പൊ ഈ സീഡ്, ഈ വിത്ത് ഒരു കൂട്ടം ചെടികളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ, ഈ സീഡ് ഡിസ്പേഴ്സലിലൂടെയാണ്. Seed dispersed through water and by bursting. Seed get dispersed. Seed exhibit many peculiarity get. അപ്പം ചില വിത്തുകൾ താനെ പൊട്ടിമുളയ്ക്കാറുണ്ട് അല്ലെ. Mahogany, lady's finger, balsam, a bird eating fig fruit. Fig fruit, a bird is eating that and it is throwing the seed anywhere. Coconut. Does the dispersal of seed take place in the same manner in a mahogany and balsam? What are the peculiarities that help a coconut to flow through in water? Adaptations for seed dispersal. That is, haven't you seen birds picking fruit and flying with them? It is the edible fleshy part that attracts birds and animals. അപ്പോ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ടുമായിട്ട് പറന്നു പോകണമെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. അതിനെ ഭക്ഷ്യയോഗ്യമായ സാധനമാണ്, അത് കടിച്ചു കൊണ്ട് പോകുന്നത്. Then seeds with fleshy parts are dispersed in the seeds with a flesh part ഉള്ളതും ഇതാണ് ഇതുപോലെ പറന്നുകൊണ്ട് പോകുന്നത്. It is seed dispersal that takes place when you throw away mango. അപ്പൊ മാങ്ങയൊക്കെ കഴിച്ച ശേഷം നമ്മൾ സീഡ് വലിച്ചെറിയാറില്ലേ, ആ സമയത്ത് അവിടുന്ന് ആ ഭാഗത്തുനിന്ന് എവിടേക്കാണോ ത്രോ ചെയ്ത്, if they are getting sufficient air and water, it will grow from there. But all fruits do not have flesh. എല്ലാത്തിനും flesh parts ഉണ്ടാവില്ല. Since the dispersal technique, അപ്പോൾ dispersal technique പലതരത്തായിരിക്കും. Hooks to stick on the bodies അല്ലെ. നമ്മുടെ ഈ മുൾവേലി ആ ഭാഗത്തൊക്കെ നടക്കുന്ന സമയത്ത് ചില തോൺസ് ഉള്ള പാർട്ടിക്കിൾസ് നമ്മുടെ ഡ്രസ്സിൽ സ്റ്റിക്ക് ചെയ്ത് കാണാറുണ്ട് അല്ലെ. പിന്നെ ഗംസ്, പോയിന്റഡ് ടിപ്സ് അല്ലെ, ഗ്രാസ് ടൈപ്സ്, പോയിന്റഡ് ടിപ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. Have you noticed seeds clinging on the body of a grazing cow? അല്ലെ, പശുവിടെ ദേഹത്തൊക്കെ നമ്മൾ കാണാറില്ലേ ഈ മുള്ളു പോലത്തെ സാധനങ്ങളൊക്കെ. Have you noticed seeds clinging on the of cows? Haven't you observed grass seeds sticking to your clothes when you play amidst grass? Do you remember that papoose and what it said? Seeds that fly in wind are lighter. അതായത് മഞ്ഞുകാലത്തൊക്കെ കാറ്റുകാലത്തൊക്കെ പറക്കണ സീഡ്സുകൾ ഉണ്ടാവും. They have a part that helps them fly. അപ്പൊ അവർക്ക് ചില ഭാഗം ഉണ്ടാവും അല്ലെ പറക്കാൻ ആവശ്യമായ. What peculiarities do seeds that are dispersed through water have? വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്യുന്നതിനൊക്കെ എന്താ പെക്യുലാരിറ്റി ഉള്ളത്? They can float on water. അവർക്ക് വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കും. പിന്നെ they do not decay even when they are in water for a few days. അപ്പൊ അതെന്താണ്, നശിക്കില്ല, 2-3 ദിവസം വെള്ളത്തിൽ ഇരുന്നാലും നശിക്കില്ല. Seeds fall at distant places when the fruits of lady's finger, balsam, etc. burst. അപ്പൊ seeds fall at
സീഡ്സ് ഏതിൻ്റെയൊക്കെ ലേഡീസ് ഫിംഗറിന്റെയും ബാൾസത്തിന്റെയൊക്കെ പൊട്ടും അല്ലെ, പൊട്ടിയിട്ട് അത് ചില സ്ഥലത്ത് ചെന്ന് ഇരിക്കും. There are plants around us which disperse the seeds in different ways. അപ്പൊ ചില പ്ലാന്റ്സിന്റെ സീഡ്സും ഇതുപോലെ ഡിസ്പേഴ്സ് ചെയ്യും. Classify them on the basis of the mode of disperse of their seeds and tabulate them in the science diary. Tabulate them in the science diary. Find and add more examples of each category. That is mode of seed dispersal. ഏതൊക്കെ വഴിയാ seed dispersal? Through wind. Through wind ഏതൊക്കെയാ? പപ്പൂസും മഹാഗണിയും. പപ്പൂസ് വന്നിട്ട് light seed hair like parts to fly. Prepare a project report after finding out the mode of seed dispersal, adaptation, etc. of various plants. Guest from across the sea. Nan also have a role in the dispersal. അപ്പോൾ മനുഷ്യന്മാർക്കും ഉണ്ട് അല്ലെ ഒരു റോള്, ഡിസ്പോസൽ ഓഫ് സീഡ്സിന് നല്ലൊരു റോൾ ഉണ്ട്. പിന്നെ സിൻസ് ഏൻഷ്യന്റ് ടൈം we have been carrying seeds with us and fro during our travel to other countries. എന്താണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പല രാജ്യങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് എന്താവും, സീഡ്സ് അവിടെ ഇടുമ്പോൾ അവിടെ നിന്ന് that plant will grow there. There are also dispersed to distant places and grow there. Pineapple, tea, tapioca, papaya, rubber, cashew nut came to India from foreign countries. അതൊക്കെ എവിടെ നിന്നുള്ളതാണ്? ഫോറിൻ കൺട്രീസിലുള്ളതാണ്. അതൊക്കെ ഇവിടെ കേരളത്തിലേക്ക് came to India, ഇന്ത്യയിലേക്ക് വന്നു അല്ലെ. Agriculture crops ഏതൊക്കെയാ? Pineapple, tapioca, tomato, potatoes, green chili, guava, papaya and coffee. These are what? These are the place of origin is America. Where it originated from? America. Tea, ഏതാ? China. Cabbage, Europe. Rubber, cashew tree, Brazil. Many plants have been brought from foreign countries and grown here. How many have enriched our agriculture sector? Discuss and note down in your science diary. അല്ലേ? അപ്പോൾ ഫോറിൻ കൺട്രീസ് നിന്നൊക്കെ കൊണ്ടുവന്ന വിത്തുകളൊക്കെ മെനി പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ടീ, പൈനാപ്പിൾ, ടാപ്പിയോക്കോ, ടൊമാറ്റോ എക്സെട്ര. We have to bring seeds even from other countries and cultivate. വേറെ രാജ്യത്തിൽ നിന്നും കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. Today it has seen that we depend on other state for many of the food items. അല്ലെ? വേറെ സ്ഥലത്തെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഫുഡിന് വേണ്ടി. പല സ്റ്റേറ്റ്സിനെയും നമ്മൾ ആശ്രയിക്കുകയാണ്. Do you think it is better to ourselves cultivate? നമ്മൾ തന്നെ അത് കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ half of the food needs will be that is our benefits portion of the food items we need. നമ്മൾ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. If we do this, what are the benefits? ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? Dishes with better vegetables അല്ലെ, നല്ല പച്ചക്കറികൾ ലഭിക്കും. Knowledge about different stages of, പിന്നെന്താ, കൃഷിയുടെ പല ഘട്ടങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും. പിന്നെയോ പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ് അല്ലെ, കീടനാശിനികൾ ഉപയോഗിക്കാത്ത വെജിറ്റബിൾസ് കിട്ടും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസ് അല്ലെ, പലർക്കും അത് ജോലി സാധ്യതയുള്ളതാണ്. പിന്നെന്താണ്, ഫിനാൻഷ്യൽ ആയിട്ടും മെച്ചം ഉണ്ടാവും. വാട്ട് ആർ ദ ഫാക്ടർ ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ മേക്കിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ? വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സീഡ്സ് ഷുഡ് ബി ഓഫ് ഹൈ ക്വാളിറ്റി. വിത്തുകൾ എന്താണ്? നല്ല ഹൈ ക്വാളിറ്റി ഉള്ളവയായിരിക്കണം. സോയിൽ ഷുഡ് ബി ഫെർട്ടൈൽ ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ഡ്രെയിനേജ്. മണ്ണെന്തായിരിക്കണം? നല്ല പോഷക സമൃദ്ധമായിരിക്കണം. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം മീൻസ് വെള്ളം കെട്ടി നിൽക്കരുത്. സൺലൈറ്റ് ഷുഡ് ബി അഡിക്വേറ്റ്. നല്ലോണം സൂര്യപ്രകാശം ലഭിക്കണം. Sufficient water should be made available. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ലഭിക്കണം. Proper manuring, pest control, weed control etc. should be taken. Proper manuring, പിന്നെ എന്താണ്? പെസ്റ്റ് കൺട്രോളും വീഡ് കൺട്രോളും അല്ലെ. നല്ലോണം നമ്മൾ എന്താണ്, ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കണം. പെസ്റ്റ് ഫ്രീ ആയിരിക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം. റിമെമ്പർ ടു റെക്കോർഡ്. ഇതൊക്കെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സീഡ്സിനെ കുറിച്ചും അവരുടെ വേരിയസ് പ്രോസസ്സും എങ്ങനെയൊക്കെയാണ് അത് മുളയ്ക്കുക എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലായ ടീച്ചർ അറ്റ് ഹോമിൽ ഉണ്ടാവും. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.